ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് അടൂർ പെരിങ്ങനാട് തൃച്ചേന്ദമംഗല മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ കഴിഞ്ഞ 18-ന് കൊടിയേറി 27-ന് തിരുവുത്സവമാണ്. ഇന്ന് ഫെബ്രുവരി 22 ഞായറാഴ്ച 5-ാം ഉത്സവ ദിനം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പാറയൊക്കെ ഇട്ടു. ഇന്ന് ഉത്സവ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടാലോ? കണ്ടില്ലേ, അമ്പലമാകെ ഉത്സവ ലഹരിയിൽ ഇങ്ങനെ ആറാടി നിൽക്കുകയാണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് പറയിടാനുള്ള ക്യൂ ആണ്. ഞങ്ങൾ രാവിലെ പോയിട്ട് തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല തിരക്കാണ്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മൾ അമ്പലത്തിനകത്ത് തൊഴുതിറങ്ങി പുറത്ത് നിൽക്കുകയാണ്. എൻ്റെ ശിവേലി പോകുന്നുണ്ട്. ശരിക്കും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. തിരക്കിങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാവരും തൊഴാനും പറയിടാനും ഒക്കെ വരുന്നു. അമ്പലത്തിലെ സ്റ്റാളിൻ്റെ ഒരു ദൃശ്യമാണിത്. നമ്മൾ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തുനിന്ന് കിഴക്കോട്ട് നടക്കുകയാണ്. അപ്പോൾ കിഴക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കൊടിയേറിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റൊരു നേർച്ചയാണ് ഉരുളൽ നേർച്ച. കൊച്ചു ആൺകുട്ടികൾ മുതൽ വലിയ പുരുഷന്മാർ വരെ ഈ നേർച്ച നടത്താറുണ്ട്. അമ്പലത്തിൻ്റെ മുൻപിലുള്ള കുളത്തിൽ പോയി കുളിച്ചിട്ട് ഈറിനോടെ വന്നാണ് ഈ നേർച്ച നടത്തുന്നത്. ഭഗവാന്റെ കൊടിക്കീഴിൽ തുടങ്ങി 4 വശത്തെ നടകളുടെ മുന്നിൽ ഉരുള നേർച്ച നടത്തുന്നു. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പടിഞ്ഞാറേ നടയിലാണ് ഇവരിപ്പം നേർച്ച ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഒരു കുതിരയെ കെട്ടുന്നുണ്ട്. ആ കുതിരയുടെ നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ മറ്റൊരു മനോഹരമായ നേർച്ച കൂടിയുണ്ട്. കാളയെ കളിപ്പിക്കുക എന്നുള്ളത്. കൊച്ചു കുട്ടികൾ ഇതുപോലെ നന്ദികേശന്മാരെ കെട്ടി കൊണ്ടുവയ്ക്കും. അവർ നമ്മുടെ പുറകെ ഇങ്ങനെ നടന്ന് ഒരു കാളയെ കളിപ്പിക്കുക എന്ന് പറഞ്ഞ് നടക്കും. നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും. ചേച്ചി ഒരു കാളയെ കളിപ്പിക്കുക. എൻ്റെ അമ്മ കാളയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനും കൂടി ഒരു കാളയെ കളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പറയുമിട്ട് ഭഗവാനെ ദർശിച്ച അനുഗ്രഹവും വാങ്ങി വടക്ക് ഭാഗത്തെ വഴിയിലൂടെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വളരെ അനുഗ്രഹപൂർണമായ ഒരു ദിവസം. ഓം നമഃ ശിവായ.